ശ്രദ്ധയോടെ പഠിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹൗ ടു ഫോക്കസ് ഓൺ സ്റ്റഡീസ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫോളോ ചെയ്ത ചില മെത്തേഡ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഞാൻ ടീച്ചറായിരുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്ത കുറച്ച് ടിപ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് സ്റ്റഡീസിൽ തന്നെ ആയിരിക്കണമെന്ന് എല്ലാവരും പറയും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ധാരാളം കാര്യങ്ങൾ കയറി വരും അല്ലേ? മോസ്റ്റ്ലി ഡേ ഡ്രീമിങ് എന്നുള്ളൊരു ഇതിലേക്ക് പോകും. അപ്പം നമ്മൾ സ്റ്റഡീസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പഠനം രസകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഷെഡ്യൂളുകളായിട്ട് തിരിക്കാം. അറ്റ് എ സ്ട്രെച്ച് കുറേ പഠിക്കുക എന്നുള്ളതിനുപരി 25 മിനിറ്റ്സ് കോൺസെൻട്രേഷൻ, ആ ഒരു കോൺസെൻട്രേറ്റിംഗ് ഉള്ള ആ ഒരു ടൈം പീരീഡ് അത് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ നോക്കുക. ആ 25 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക്, ടേക്ക് എ സ്മോൾ ബ്രേക്ക്. ഓക്കെ, ഡോണ്ട് ടേക്ക് സച്ച് എ ലോങ് ടൈം ടു സ്റ്റഡി. പിന്നെ കുറേ പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് കണ്ട് നമ്മൾ വണ്ടറടിച്ച് ഇതൊക്കെ ഞാൻ പഠിക്കണമല്ലോ ദൈവമേ എന്നാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ്. അതിൻ്റെ ആ ബുക്കിൻ്റെ ഉള്ളിൽ, ആ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കുറേ കാണാം, കുറേ ലൈൻസ് കാണാം, കുറേ പേജസ് കാണാം. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഇതൊക്കെ എപ്പോൾ കഴിയാനാണെന്ന് ആലോചിച്ചിരിക്കും അല്ലേ? അപ്പോൾ ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു, ടേക്ക് ബാക്ക് സൈഡ്, റിവേഴ്സ് ആയിട്ട് പഠിക്കുക. അതായത് ബാക്ക് സൈഡിൽ നമുക്ക് അതിലൊരു സമ്മറി കിട്ടും. ക്ലാസ്സിൽ ഓൾറെഡി ടീച്ചർ എടുത്ത ടോപ്പിക്സ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ സമ്മറി വായിക്കുക. സോ വിൽ ഗെറ്റ് വാട്ട് ഈസ് ഇൻസൈഡ് ദ ചാപ്റ്റർ. അതിൻ്റെ ഉള്ളിൽ, ആ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് കൺസൈസ് ചെയ്ത് അവിടെ എഴുതിയിട്ടുണ്ടാവും. സമ്മറി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ വായിക്കാൻ എളുപ്പമായി അല്ലേ? അതാണ് രണ്ടാമത്തെ ടിപ്പ് കേട്ടോ. പിന്നെയുള്ളത്, നമുക്ക് കുറേ റിവിഷൻ വർക്ക്ഷീറ്റ്സ് കിട്ടും അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പഠിക്കാം. നമ്മളുടെ കയ്യിൽ കുറേ വായിക്കാനുള്ളതും കുറേ മാറ്റേഴ്സ് ഉണ്ട്. ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു സെറ്റ് എൻ ആൻസർ, ഹൗ ടു റൈറ്റ് എൻ ആൻസർ. സോ വാട്ട് വി ഹാവ് ടു ഡു, നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ആൻസർ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടാവണം. ഇപ്രാവശ്യം എനിക്ക് 70% മാർക്കാണ് കിട്ടിയത്, നെക്സ്റ്റ് ടൈം എനിക്ക് 80% മാർക്ക് കിട്ടണം, നെക്സ്റ്റ് ടൈം 85%, നെക്സ്റ്റ് ടൈം 90%. ആ ഒരു ഗോള് മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആൻഡ് നമുക്ക് എപ്പോൾ ബോറടിക്കുന്നു, അതായത് നമുക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു, അപ്പോൾ മൂവ് ഓൺ. വാട്ട് വി ഹാവ് ടു ഡു, ഒരു സിമ്പിൾ തിങ് ആണ്, കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ടൈമർ സെറ്റ് ചെയ്യുക 5 മിനിറ്റ്സ്. എന്നിട്ട് നമ്മുടെ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ആൻഡ് സ്റ്റേ കാം. സോ വാട്ട് വിൽ ഹാപ്പൻ, ആ മൈൻഡ് നമ്മൾ പഠിച്ചതെല്ലാം റീകളക്ട് ചെയ്യും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പോസ്റ്റേഴ്സ് ഉണ്ടാക്കി നമ്മളൊരു വിഷൻ ബോർഡ് പോലെ സെറ്റ് ചെയ്യണത് നല്ലതാണ്. ഇക്വേഷൻസൊക്കെ, കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഇക്വേഷൻസൊക്കെ നമ്മൾ എവിടെയൊക്കെയാണ് കാണുന്നത് ആ സ്ഥലത്ത് ചെറിയ പോസ്റ്റേഴ്സ് ഉണ്ടാക്കി സ്റ്റിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്തിട്ട് നമ്മൾ ആ സബ്ജക്റ്റ് വൈസ് നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്ന്ന്, ഇപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണോ അവിടെ സ്റ്റിക്ക് ചെയ്യാം, ക്രബ് സൈക്കിൾ ഉണ്ടോ അവിടെ സ്റ്റിക്ക് ചെയ്യുക. അത് നമുക്ക് വിഷ്വൽ ലേണിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് റിവൈസ്ഡ് ലേണിംഗ്. നമ്മളൊരു കാര്യം പഠിച്ചു, വീണ്ടും റിവൈസ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ടെക്നിക്ക് പറഞ്ഞു തരാമേ. നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്ന പോലെ, നമ്മുടെ മുന്നിലൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആ സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ അവതരിപ്പിക്കുക. ആ പഠിച്ച സംഭവം തന്നെ റിപ്പീറ്റഡ് ലേണിംഗ് ചെയ്യുക. നമ്മൾ ലേൺ ചെയ്യല്ല, നമ്മൾ ഒരാളെ പഠിപ്പിക്കുക എന്ന് വിചാരിക്കുക. സോ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള സംഭവമായിട്ട് നമുക്ക് മൈൻഡിൽ ഫീൽ ചെയ്യും. സ്ട്രെസ്സേ ഉണ്ടാവില്ല എക്സാമിന്. എക്സാമിന് മുൻപ് ഒരു 3 ടൈംസ് എങ്കിലും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ സോ ഹാപ്പി പേഴ്സൺ ഇൻ ദ വേൾഡ്. ഓക്കെ, ആൻഡ് all the best for your studies. Thank you for listening to me, Jita.